മിഡിൽ ഈസ്റ്റിൽ സംഘർഷം രൂക്ഷമാകുന്നു. യമനിൽ ഹൂതികൾക്കെതിരായ ആക്രമണം അമേരിക്ക ശക്തമാക്കിയിട്ടുണ്ട്. ബുധനാഴ്ച രാത്രി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന US വ്യോമാക്രമണങ്ങളിൽ 6 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മൻസൂറ ജില്ലയിലെ ഹൊദൈദ ഗവർണറേറ്റിൽ 4 പേർ കൊല്ലപ്പെട്ടു. ഹജ്ജ, സൈദാസന പോലുള്ള പ്രദേശങ്ങളിലും ആക്രമണങ്ങളുണ്ടായി. സാദയിൽ 17 വ്യോമാക്രമണങ്ങൾ നടത്തിയതായി ഹൂതികൾ പറഞ്ഞു. ഹൊദൈദയിലെ റാസിസ തുറമുഖത്ത് ഒരാളും ജബൽനാമയിൽ ഒരാളും കൊല്ലപ്പെട്ടു. 2 ആഴ്ചയിലേറെയായി ഹൂതികൾക്കെതിരെ US നടത്തുന്ന വ്യോമാക്രമണങ്ങളിൽ ഇതുവരെ 67 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന USS അന്തർവാഹിനി കപ്പലായ USS ഹാരിസ് ട്രൂമാൻ ഹൂതികൾക്കെതിരെ വ്യോമാക്രമണം നടത്തുകയാണ്. USS ട്രൂമാനെ ലക്ഷ്യമിട്ട് മറ്റൊരു ആക്രമണം നടത്തിയതായും ഹൂതികൾ അവകാശപ്പെട്ടു. അതേസമയം ഇറാനുമായുള്ള സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർസിയ ദ്വീപിലെ ക്യാമ്പ് തണ്ടർ ബേയിൽ 6 ആണവശേഷിയുള്ള B-2 ബോംബർ വിമാനങ്ങളെ US വിന്യസിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ഇറാൻ്റെ ആണവ പദ്ധതിയെ ചൊല്ലി ഇറാനും USഉം തമ്മിലുള്ള തർക്കം രൂക്ഷമായതോടെയാണ് ദ്വീപിൽ സൈനിക ശക്തി വർദ്ധിപ്പിച്ചത്. ആണവ വിഷയത്തിൽ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2 മാസത്തെ അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഹൂതികളെ ലക്ഷ്യം വയ്ക്കാൻ B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. മാർച്ച് 15 മുതൽ ഹൂതികൾക്കെതിരെ US 100-ലധികം വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലെവിറ്റ്സ് സ്ഥിരീകരിച്ചു. US രഹസ്യമായി ഇറാന് നേരെ യുദ്ധം ചെയ്യാനുള്ള നീക്കം ആരംഭിച്ചതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇറാൻ്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിടാനുള്ള കഴിവ് B-2വിനുണ്ട്. B-2വിന് 2 പൈലറ്റുമാർ ആവശ്യമാണ്. ഇന്ധനം നിറയ്ക്കാതെ 1000 നോട്ടിക്കൽ മൈൽ പറക്കാൻ കഴിയും. 50,000 അടി ഉയരത്തിലെത്താൻ കഴിയും. ഇന്ത്യൻ മഹാസമുദ്രത്തിന് പുറമെ പേർഷ്യൻ ഗൾഫിൽ US തങ്ങളുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട്. റഷ്യയുടെ സാന്നിധ്യം USന് ഭീഷണിയാണ്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ഏതൊരു സൈനിക ആക്രമണവും മുഴുവൻ മേഖലയ്ക്കും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി USനോട് വ്യക്തമാക്കിയിരുന്നു. ആണവ പദ്ധതി സംബന്ധിച്ച് അമേരിക്കയുമായി ഒരു കരാറിലെത്താൻ കഴിയുന്നില്ലെങ്കിൽ ഇറാനെതിരെ വ്യോമാക്രമണം നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. അതിനിടെ ഇസ്രായേലും USഉം ഇറാനിലെ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ പദ്ധതിയിടുന്നുണ്ടെന്ന മറ്റൊരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നു. ഇസ്രായേൽ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്.